അതെ, ജൂൺ 15-ാം തീയതി മുതൽ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ ആ ബാഗൊക്കെ കഴിച്ചു. കാരണം കണ്ടീഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിങ്ക് ബസ്സാണ്. അതിന്റെ കണ്ടീഷൻസ് പുറകെ വരും. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ടൂർ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ഓർത്തതെന്ന് പറഞ്ഞാല് ഈ പിങ്ക് ബസ് അല്ലാതെ നിരത്തിലൂടെ ഓടുന്ന മുഴുവൻ KSRTCയിലും കയറി യാത്ര ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ഓർത്തത്. പക്ഷേ ദാ ഇതാണ് UDF. കാരണം ആളിനെ വെടക്കാക്കുക എന്ന് പറയത്തില്ലേ, നിങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ തന്നെ ടീം UDF VD സതീശ നിങ്ങൾ പറയണമായിരുന്നു ഇതിന് കണ്ടീഷൻസ് ഉണ്ടാകുമെന്ന്. ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ മുഴുവൻ മോഹിപ്പിച്ച് നിങ്ങൾ വോട്ടും കൈക്കലാക്കി കഴിഞ്ഞ് നിങ്ങൾ ഇതേപോലെയുള്ള വഞ്ചനാപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നത് വരാൻ പോകുന്നേ ഉള്ളൂ. ആരോഗ്യ ഇൻഷുറൻസിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്കറിയാം ഈ 5 ഗ്യാരണ്ടിക്കകത്ത് ഏതൊക്കെ ഗ്യാരണ്ടി നടക്കുമെന്നുള്ളത്. UDF ആണ്. UDFന്റെ ഭരണകാലം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തമ്മിൽ തല്ല് നിർത്തിയിട്ട് വേണ്ടേ നേരെ ജോനെ ഭരിക്കാനെന്ന്. ടീം UDF എന്നൊക്കെ പറച്ചിലേ ഉള്ളൂ. പക്ഷെ അതിന്റെ അകത്ത് തന്നെ ആ ടീമിന്റെ അകത്ത് വേറെ ടീം ഉണ്ടാക്കി അവിടെ ക്യാപ്റ്റൻസി വേറെ ആൾക്കാർ ക്യാപ്റ്റൻസിക്കാരുണ്ട്. അപ്പൊ അവർ നിർദ്ദേശിക്കും, ആ കാര്യങ്ങൾ അവിടെ നടക്കും. അതാണ് ടീം UDF. അപ്പോ നിങ്ങൾ വെറുതെ ഈ വാഗ്ദാനങ്ങളെല്ലാം കേട്ടിട്ട് ആരും ബാഗും പെട്ടിയൊന്നും എടുത്ത് ഇറങ്ങണ്ട. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ അവർ ഏകദേശം 5 ഗ്യാരണ്ടി പറയുന്നുണ്ട്. അതിൽ ഒരു ഗ്യാരണ്ടിയാണ് KSRTC. അവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ട അവിടെ നടപ്പാക്കുകയാണ്. കാരണം ഇവിടെയാണ് പിങ്ക് ബസ്സിൽ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു ജില്ലയിൽ എത്ര പിങ്ക് ബസ് ഉണ്ടാകും എന്നുള്ളതിന്റെ കണക്കൊന്നും വ്യക്തമല്ല. പക്ഷെ എങ്കിലും പറയാം, അതിന് പരിധികൾ ഉണ്ടാകും. ഒരു റൂട്ടിൽ എത്ര ബസ് ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കത്തില്ല, അതിനും പരിധികൾ ഉണ്ടാകും. രണ്ടാമത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് സമയത്താണ് ഈ ബസ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കാം, ചിലപ്പം ഒരു ദിവസം ഇത്ര യാത്രയായിരിക്കാം സൗജന്യമായിട്ട് വരാൻ പോകുന്നത്. അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇവിടെ എല്ലാ ആളുകളും ഓർത്തിരുന്നു KSRTC ഏതിലും കയറി അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാം, എവിടെ വേണമെങ്കിലും പോകാം എന്നാണ് ഓർത്തത്. പക്ഷെ അവിടെയും നമുക്ക് ഉരുക്കു വീണിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഇദ്ദേഹത്തിനൊരു ചെറിയ ഒരു ചെല്ലപ്പേരുണ്ടായിരുന്നു. ആ ചെല്ലപ്പേര് വീണ്ടും എന്താ പറയുന്നത് അന്വർത്ഥം ആകുവാൻ പോവുകയാണ്. ഇപ്പൊ പല പദ്ധതികളും ഇതേപോലെ തന്നെയൊക്കെ ആയിരിക്കാം, നമുക്ക് കണ്ടറിയാം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വീഡിയോയില് 17,000 കോടി രൂപ കടത്തിൽ പോകുന്ന ഒരു പ്രസ്ഥാനം, അതിനാകപ്പാടെ 6,000 കോടി രൂപയുടെ ആസ്തിയേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മുടെ ആര്യാടൻ മുഹമ്മദ് ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തി പറയുകയുണ്ടായി 90 കോടി രൂപ നഷ്ടത്തിലാണ് KSRTC ഓടുന്നതെന്ന്. ഇപ്പോ അത് ഏകദേശം 8 വർഷത്തോളം പണിയെടുത്തതിന് ശേഷമാണ്, ഇടതുപക്ഷ സർക്കാർ പണിയെടുത്തതിന് ശേഷമാണ് കൃത്യമായി